കൈപ്പേറിയ വിമർശനം സെൻസിറ്റീവായ തോമസ് ഹാർഡിനെ മുറിവേൽപ്പിച്ചു. എക്കാലത്തെയും മികച്ച നോവലിസ്റ്റുകളിൽ ഒരാളായിരുന്ന അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തെ സമ്പന്നമാക്കിയ വ്യക്തിയാണ്. ഈ വിമർശനം കാരണം ഫിക്ഷൻ എഴുത്ത് എന്നേക്കുമായി ഉപേക്ഷിക്കുകയും തോമസ് ചാറ്റർട്ടൺ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. യൗവനത്തിൽ കൗശലമില്ലാത്ത ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പിന്നീട് വളരെ നയതന്ത്രപരമായും കൗശലപൂർവവുമാണ് ആളുകളെ കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹത്തെ ഫ്രാൻസിലെ അമേരിക്കൻ അംബാസഡറായി നിയമിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ രഹസ്യം എന്തായിരുന്നു? അതിനുത്തരമായി ഇങ്ങനെ പറഞ്ഞു: ഞാൻ ആരെയും കുറിച്ച് മോശമായി സംസാരിക്കാറില്ല. അദ്ദേഹം പറഞ്ഞു, അവരെക്കുറിച്ച് എനിക്കറിയാവുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്യും. ഏതൊരു വിഡ്ഢിക്കും വിമർശിക്കാനും അപലപിക്കാനും പരാതിപ്പെടാനും കഴിയും. മിക്ക വിഡ്ഢികളും അങ്ങനെ തന്നെ ചെയ്യും. സ്വഭാവവും ആത്മനിയന്ത്രണവും വേണമെങ്കിൽ എല്ലാം മനസ്സിലാക്കാനും ക്ഷമിക്കുവാനുമുള്ള കഴിവ് ആവശ്യമാണ്. ഒരു വലിയ മനുഷ്യൻ തന്റെ മഹത്വം കാണിക്കുന്നത് അവൻ ചെറിയ മനുഷ്യരോട് പെരുമാറുന്ന രീതിയിലാണെന്നാണ് കാർലൈൽ പറഞ്ഞത്. പ്രശസ്ത ടെസ്റ്റ് പൈലറ്റും എയർ ഷോകളിൽ പതിവായി പ്രകടനം നടത്തുന്നയാളുമായ ബോബ് ഹൂവറിന്റെ അനുഭവം നോക്കാം. സാന്റിയാഗോയിലെ ഒരു എയർ ഷോയിൽ നിന്നും ലോസ് ഏഞ്ചൽസിലെ തന്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് മാഗസിൻ വിവരിച്ചിരിക്കുന്നത് പോലെ വായുവിൽ 300 അടി ഉയരത്തിൽ വെച്ച് വിമാനത്തിന്റെ 2 എഞ്ചിനുകളും പെട്ടെന്ന് നിന്നു പോവുകയായിരുന്നു. എന്നാൽ സമർത്ഥമായ തന്ത്രത്തിലൂടെ വിമാനം ലാൻഡ് ചെയ്യിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും ആർക്കും പരിക്കുണ്ടായിരുന്നില്ല. അടിയന്തര ലാൻഡിങ്ങിന് ശേഷം ഹൂവർ ആദ്യം നോക്കിയത് വിമാനത്തിന്റെ ഇന്ധനം എത്രയുണ്ട് എന്നതായിരുന്നു. അദ്ദേഹം സംശയിച്ചതുപോലെ 2ാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിലെ പ്രൊപ്പല്ലർ വിമാനമാണ് അദ്ദേഹം പറത്തിയത്. ഗ്യാസോലിനേക്കാൾ ജെറ്റ് ഇന്ധനം ഉപയോഗിച്ചാണ് അത് പ്രവർത്തിപ്പിച്ചിരുന്നത്. എയർപോർട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം തന്റെ വിമാനത്തിന് സർവീസ് നടത്തിയ മെക്കാനിക്കിനെ കാണാനാണ് ചെന്നത്. തന്റെ തെറ്റിന്റെ വേദന കൊണ്ട് ആ യുവാവ് രോഗിയായിരുന്നു. അവൻ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരുന്നു. ഹൂവർ അടുത്തെത്തിയപ്പോ അവൻ മുഖം താഴ്ത്തി. അവൻ വളരെ നഷ്ടം വരുത്തിയേനെ. വില കൂടിയ വിമാനവും ആ 3 പേരുടെ ജീവനും നഷ്ടമാകുമായിരുന്നു. ഹൂവറിന്റെ ദേഷ്യം നിങ്ങൾക്ക് ഊഹിക്കാം. വളരെ വേഗം ദേഷ്യം വരുന്ന ആളായിരുന്നു അദ്ദേഹം. എന്നാൽ ഹൂവർ മെക്കാനിക്കിനെ ശകാരിച്ചില്ല. അവനെ വിമർശിക്കുക പോലും ചെയ്തില്ല. പകരം തന്റെ വലിയ കൈ ചുറ്റും വെച്ച് പിന്നെ ആ മനുഷ്യന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഒരിക്കലും നിങ്ങളിങ്ങനെ ചെയ്യില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ നാളെ എന്റെ F-51 വിമാനം സർവീസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ വിമർശിക്കാനിടയാവാറുണ്ട്. ഞാൻ അരുത് എന്ന് പറയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും. പക്ഷെ ഞാനത് പറയില്ല. ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ അവരെ വിമർശിക്കുന്നതിന് മുമ്പ് അമേരിക്കൻ ജേർണലിസത്തിന്റെ ക്ലാസിക്കുകളിലൊന്നായ ഫാദർ ഫോർഗെറ്റ്സ് എന്ന പുസ്തകം വായിക്കണം. അത് യഥാർത്ഥത്തിൽ പീപ്പിൾസ് ഹോം ജേർണലിൽ എഡിറ്റോറിയലായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. റീഡേഴ്സ് ഡൈജസ്റ്റിൽ പറയുന്നത് പോലെ രചയിതാവിന്റെ അനുമതിയോടുകൂടി അതിവിടെ വീണ്ടും അച്ചടിക്കുകയാണ്. ഫാദർ ഫോർഗെറ്റ്സ് എന്നത് ഒരു നിമിഷം കൊണ്ട് തകർന്നുപോയ ആത്മാർത്ഥമായ വികാരത്തിന്റെ ആ ചെറിയ കഷ്ണമാണ്. പുസ്തകം ഇറങ്ങിയത് മുതൽ ആയിരക്കണക്കിന് ആളുകൾ ഇത് വായിക്കാൻ ആഗ്രഹിച്ചു. എണ്ണമറ്റ അവസരങ്ങളിലും പരിപാടികളിലും ഓൺ ദ എയർ ആയിരുന്നു. വിചിത്രമെന്ന് പറയട്ടെ, കോളേജ് ആനുകാലികങ്ങളിലും ഹൈസ്കൂൾ മാസികകളിലും ഇത് ഉപയോഗിക്കപ്പെട്ടു. ഫാദർ ഫോർഗെറ്റ്സ്, W. ലിവിങ്സ്റ്റൺ ലാൻഡ്. ശ്രദ്ധിക്കൂ മകനെ, നീ ഉറങ്ങുമ്പോഴാണ് ഞാനിത് പറയുന്നത്. നിന്റെ ചെറിയ കൈ ചുരുട്ടി തലയുടെ അടിയിൽ വെച്ചുകൊണ്ടും നനഞ്ഞ നെറ്റിയിൽ തവിട്ട് നിറത്തിലുള്ള ചുരുളുകളും ഒട്ടിപ്പിടിച്ചുകൊണ്ടുമാണ് നീ ഉറങ്ങുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് നിന്റെ മുറിയിൽ പ്രവേശിച്ചത്. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ലൈബ്രറിയിൽ എന്റെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പശ്ചാത്താപത്തിന്റെ ഒരു തിരമാല എന്നിൽ ആഞ്ഞടിച്ചു. കുറ്റബോധത്തോടെ ഞാൻ നിന്റെ കട്ടിലിനരികിലെത്തി. ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുണ്ട്. മകനെ, ഞാൻ അതിര് കടന്നു. നീ സ്കൂളിൽ പോവാൻ വസ്ത്രം ധരിക്കുമ്പോൾ നീ നിന്റെ മുഖം ഒരു തൂവാല കൊണ്ട് നന്നായി തുടയ്ക്കാത്തതിന് ഞാൻ നിന്നെ ശകാരിച്ചു. നീ നിന്റെ ഷൂസ് വൃത്തിയാക്കാത്തതിന് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി. ചില സാധനങ്ങൾ നീ തറയിലെറിഞ്ഞപ്പോ ഞാൻ ദേഷ്യത്തോടെ നിന്നെ വിളിച്ചു. ബ്രേക്ക്ഫാസ്റ്റിലും ഞാൻ തെറ്റ് കണ്ടെത്തി. നീ കഴിച്ചപ്പോ ഭക്ഷണം പുറത്തേക്ക് തെറിച്ചു. നീ ഭക്ഷണം വിഴുങ്ങി. നീ കൈമുട്ട് മേശപ്പുറത്ത് വെച്ചു.
നീ റൊട്ടിയിൽ വളരെ കട്ടിയുള്ള വെണ്ണ വിതറി. ഞാൻ എൻ്റെ ട്രെയിനിനായി ഒരുങ്ങുമ്പോൾ നിങ്ങൾ കളിക്കാൻ ഒരുങ്ങുകയായിരുന്നു. നീ തിരിഞ്ഞ് ഒരു കൈ വീശി പറഞ്ഞു, അച്ഛാ ബായ്. ഞാൻ മുഖം ചുളിച്ചു. മറുപടി പറഞ്ഞു, നിന്റെ തോളുകൾ തിരിച്ചു പിടിക്കുക. പിന്നീട് ഉച്ചകഴിഞ്ഞെല്ലാം വീണ്ടും ആരംഭിച്ചു. ഞാൻ വഴിയിൽ വന്നപ്പോൾ നിന്നെ ഉറ്റുനോക്കി. മുട്ടുകുത്തി മാർബിൾ കളിച്ചു. നിങ്ങളുടെ കാലുറകളിൽ ദ്വാരങ്ങളുണ്ടായിരുന്നു. എനിക്ക് മുമ്പേ വീട്ടിലേക്ക് മാർച്ച് ചെയ്യിച്ച് നിന്റെ കൂട്ടുകാരുടെ മുന്നിൽ ഞാൻ നിന്നെ അപമാനിച്ചു. സ്റ്റോക്കിങ്സ് വിലയേറിയതായിരുന്നു. നിങ്ങൾക്കവ വാങ്ങേണ്ടി വന്നാൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കും. മകനെ, ഒരു പിതാവിൻ്റെ ഇടത്തു നിന്ന് അത് സങ്കല്പിക്കുക. പിന്നീട് ഞാൻ ലൈബ്രറിയിൽ വായിക്കുമ്പോൾ നിന്റെ കണ്ണുകളിൽ ഒരുതരം മുറിവേറ്റ ഭാവത്തോടെ നീ ഭയങ്കരമായി വന്നത് നീ ഓർക്കുന്നുണ്ടോ? തടസ്സത്തിൽ അക്ഷമനായി ഞാൻ എൻ്റെ പേപ്പറിലേക്ക് നോക്കിയപ്പോൾ നീ വാതിൽക്കൽ മടിച്ചു നിന്നു. നിനക്കെന്താണ് വേണ്ടത്? ഞാൻ ചോദിച്ചു. നീ ഒന്നും പറഞ്ഞില്ല. ഒരു കൊടുങ്കാറ്റിൻ്റെ ഒരു കുത്തൊഴുക്കിൻ്റെ വേഗതയിൽ ഓടി എൻ്റെ കഴുത്തിൽ കൈകൾ പിണച്ച് എന്നെ ചുംബിച്ചു. ദൈവം നിന്റെ ഹൃദയത്തെ പൂമണിയിച്ചു. അവഗണനയ്ക്ക് പോലും വാടാനാവാത്ത വാത്സല്യത്താൽ നിന്റെ ചെറു കൈകൾ മുറുകി. എന്നിട്ട് പടികൾ കയറിപ്പോയി. ശരി മകനെ. കുറച്ചു സമയത്തിന് ശേഷമാണ് എൻ്റെ പേപ്പർ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി വീണത്. ഭയങ്കരമായൊരു ഭയം എന്നെ കീഴടക്കി. ശീലം എന്നോട് എന്താണ് ചെയ്യുന്നത്? കുറ്റം കണ്ടുപിടിക്കുകയും ശാസിക്കുകയും ചെയ്യുന്ന ശീലം ഒരാൺകുട്ടിയായതിന് നിനക്കുള്ള എൻ്റെ പ്രതിഫലമായിരുന്നു. ഞാൻ നിന്നെ സ്നേഹിച്ചില്ല എന്നല്ല, പക്വതയുള്ള യൗവനം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എൻ്റെ സ്വന്തം വർഷങ്ങളുടെ അളവുകോൽ കൊണ്ടാണ് ഞാൻ നിന്നെ അളന്നത്. അതിൽ നല്ലതും സത്യവുമായ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നിന്റെ സ്വഭാവം, നിന്റെ ചെറിയ ഹൃദയം വിശാലമായ കുന്നുകൾക്ക് മുകളിലുള്ള പ്രഭാതം പോലെ വലുതായിരുന്നു. തിരക്കിട്ടെന്നെ ചുംബിക്കുവാനുള്ള നിന്റെ സ്വതസിദ്ധമായ പ്രേരണ ഇതാണ് കാണിക്കുന്നത്. ഈ രാത്രിയിൽ വേറെ ഒന്നുമില്ല മകനെ. ഞാൻ ഇരുട്ടിൽ നിന്റെ കിടക്കയിൽ വന്നിരിക്കുന്നു. ഞാൻ അവിടെ മുട്ടുകുത്തി ലജ്ജിക്കുന്നു. ഇതൊരു ദുർബലമായ പ്രായശ്ചിത്തമാണ്. നീ ഉണർന്നിരിക്കുന്ന സമയത്ത് ഞാൻ നിന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല എന്നെനിക്കറിയാം. എന്നാൽ നാളെ ഞാനൊരു യഥാർത്ഥ അച്ഛനാകും. ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും. നീ കഷ്ടപ്പെടുമ്പോൾ സഹിക്കും. നീ ചിരിക്കുമ്പോൾ ചിരിക്കും. ക്ഷമയില്ലാത്ത വാക്കുകൾ വരുമ്പോൾ ഞാൻ നാവ് കടിക്കും. ഒരാചാരം പോലെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ ആൺകുട്ടിയല്ലാതെ മറ്റൊന്നുമല്ല, ഒരു ചെറിയ കുട്ടി. ഞാൻ നിന്നെ ഒരു മനുഷ്യനായി വിഷ്വലൈസ് ചെയ്തതായി ഞാൻ ഭയപ്പെടുന്നു. എന്നാലും മകനെ, കട്ടിലിൽ തളർന്നുറങ്ങുന്ന നിന്നെ ഇപ്പോൾ കാണുമ്പോൾ നീ ഇപ്പോഴും ഒരു ശിശുവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നലെ നീ അമ്മയുടെ കൈകളിലായിരുന്നു. നിന്റെ തല അവരുടെ തോളിൽ. ഞാൻ വളരെയധികം നിന്നിൽ നിന്നും ആവശ്യപ്പെട്ടു, വളരെയധികം. ആളുകളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അത് വിമർശനത്തേക്കാൾ വളരെ ലാഭകരവും കൗതുകകരവുമാണ്. അത് സഹാനുഭൂതിയും സഹിഷ്ണുതയും ദയയും വളർത്തുന്നു. എല്ലാം അറിയുക എന്നാൽ എല്ലാം ക്ഷമിക്കുക. ജോൺസൺ പറഞ്ഞതുപോലെ, ദൈവം തന്നെ ഒരു മനുഷ്യനെ അവന്റെ അന്ത്യദിനത്തിലല്ലാതെ അവരെ വിധിക്കാൻ നിർദ്ദേശിക്കുന്നില്ല. പിന്നെ എന്തിന് ഞാനും നിങ്ങളും അത് ചെയ്യണം? പ്രിൻസിപ്പിൾ 1: വിമർശിക്കുകയോ അപലപിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യരുത്.